നോക്ക്, ഏതാണ്ട് ഇതേപോലത്തെ വേഷമായിരുന്നു ഇട്ടിരുന്നത്. എന്താ ഈ വിഗ്രഹം എങ്ങനെ ഇവിടെ വന്നത്? അതെനിക്കും അറിയില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ആദ്യം കണ്ടത് ഈ വിഗ്രഹോ. ചെറിയച്ഛനോട് ചോദിച്ചില്ലേ ചെറിയമ്മ? വിളിച്ചിട്ടൊന്നും എഴുന്നേറ്റ് പോലും ഇല്ലല്ലോ. എന്നാലല്ലേ ചോദിക്കാൻ പറ്റൂ. ഇന്നലെ രാത്രി കുടിച്ചത് കുറച്ച് അധികമായി പോയി കാണും, അതായി എഴുന്നേൽക്കാത്ത. വിഗ്രഹം അങ്ങനെ അകത്ത് വന്നെന്ന് നീരജയ്ക്ക് അറിയില്ലെങ്കിൽ പിന്നെ സഹദേവന് മാത്രമേ അറിയാൻ വഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. സഹദേവാ, സഹദേവാ, സഹദേവ എണീക്ക്. വേണ്ട, എടാ ഇങ്ങോട്ട് എണീറ്റേ. എണീക്ക്, എണീക്കടാ. ഇതെന്താ എല്ലാരും കൂടി ഇവിടെ? യോ, നീരജ എവിടെ? നീരജയ്ക്ക് എന്താ പറ്റി? ഇവൻ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ലേ? അയ്യോ, ഞാൻ എന്തൊക്കെയോ കൊതിച്ചു. സഹദേവ, ഓ, ഈ വിഗ്രഹം എങ്ങനെ ഈ മുറിക്കകത്ത് വന്നേ? വിഗ്രഹോ? നോക്ക്. ഇതേത് അമ്പലം? നമ്മൾ അമ്പലത്തിലാണോ? ഇതെന്റെ മുറിയല്ലേ? ദേവി, യോ, ദേവി എന്നെ കാണാൻ ഇവിടെ വന്നിരിക്കുന്നത്. നീരജ, നമ്മളെ കാണാനായിട്ട് ദേവി ഇവിടെ വന്നിരിക്കുന്നടി. എന്താ ചെറിയമ്മ? ഈ വിഗ്രഹം എനിക്ക് എന്റെ ദേവി കൊണ്ട് തന്നതാ. സത്യം. കണ്ടോ? എന്റെ ഈശ്വര, മദ്യം അധികം കഴിച്ച് ഇങ്ങനെ വട്ടായി പോവോ? നിങ്ങളെല്ലാരും എന്തോ എന്നെ നോക്കുന്ന? യോ, ഞാൻ സത്യം പറഞ്ഞ. ഇന്നലെ സ്വപ്നത്തില് പാമ്പുരാട്ടി ഭഗവാൻ എന്നെ വന്ന് വിളിച്ചുണർത്തി. എന്താ ചെറിയമ്മ? നോക്ക്, ഏതാണ്ട് ഇതേപോലത്തെ വേഷമായിരുന്നു ഇട്ടിരുന്നത്. സത്യം. പിന്നെ ഈ വിഗ്രഹം തന്നിട്ട് എന്റെ അടുത്ത് പറയാണ്, ഇനി മുതൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. അമ്മാ തമ്പുരാട്ടി, ഞാനത് അന്നേരേ കൊണ്ടുവന്ന് ഇവിടെ ഭദ്രമായിട്ട് അങ്ങ് അകത്ത് വെച്ച്. എന്റെ ദേവി, നീ ഇന്നലെ മദ്യം മാത്രമല്ല കഴിച്ചോളൂ. പിന്നെന്താ ഇപ്പോഴും നീ ബോധമില്ലാതെ സംസാരിക്കുന്നത്? എന്തോ കേട്ടാ, എനിക്ക് നല്ല ബോധമുണ്ട്. നിങ്ങൾ എന്തോ വിചാരിക്കുന്നത്? ഇന്നലെ രാത്രിയെ ഈ കിരൺ തീർക്കുകയും ഞാൻ കണ്ടല്ലോ. ആണോ? സംശയം അവർക്ക് വരും. ചോദിക്കേ, ചോദ്യം അങ്ങോട്ട്. ശരിയാ, പുറത്തെന്തോ ശബ്ദം കേട്ട് ഞങ്ങൾ ഇറങ്ങി നോക്കിയായിരുന്നു. എനിക്ക് ബോധമില്ലെന്ന് ചെറിയച്ഛനെ കണ്ടിരുന്നു. കേട്ടാ, ഇപ്പൊ എല്ലാവർക്കും വിശ്വാസമായല്ലോ, ആയില്ലേ? ഇവര് രണ്ടുപേരും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്റെ പൊന്നു തമ്പുരാട്ടി വന്നു. വിഗ്രഹം എല്ലാവരും കണ്ടു. ഇനി ഇതെങ്ങനെ മേനോനെ തിരികെ ഏൽപ്പിക്കും? എന്താടാ
ചെറിയച്ചൻ പറയുന്നൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്ത രീതിയിലായിരിക്കും ഈശ്വരകാര്യങ്ങൾ സംഭവിക്കുന്നത്. അത് വിശദീകരിക്കാനോ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനോ ആർക്ക് സാധിക്കില്ല. കണ്ട കണ്ട ചേച്ചിക്ക് കാര്യം മനസ്സിലായി. ഉം. ദൈവം നേരിട്ട് വന്ന് അനുഗ്രഹം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വിഗ്രഹമൊക്കെ കൊടുത്തിട്ട് പോകുന്ന ആദ്യമായിട്ട് കേൾക്കുക. അങ്ങനെ എല്ലാവർക്കും ഒന്നും തരത്തില്ല. പക്ഷേ ഇങ്ങനെ നല്ല മനസ്സുള്ളവർക്ക് ഇങ്ങനെ കൊണ്ട് തന്നിട്ട് പോകും. നമുക്ക് എന്തായാലും ഇനി ഈ ബെഡ്റൂമിൽ ഈ വിഗ്രഹം വെക്കണ്ട. എന്റെ ദേവി ദേവി, പുറത്തേക്ക് കൊണ്ടുവാ. വാ വാ പൂർണിമ. ആ എടുത്തോ, പിടിക്ക്. എടുക്കുമ്പോളെ ആ അതാണ് ചേച്ചി പറഞ്ഞാണ് കാര്യം. വാ വാ. അങ്ങോട്ട് വെക്കണം. അമ്മാ, ദേവി ഈ വിഗ്രഹം കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. ചേച്ചി ചേച്ചി ഇത് എനിക്ക് ഭഗവാൻ നേരിട്ട് തന്ന അനുഗ്രഹമാണ്. അമ്മാ, അതല്ല, ഏ? ചേച്ചി പറഞ്ഞ ശരിയാ. ഇത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം പോലെ തന്നെ ഇരിക്കുന്നു. അയ്യോ, അത് ശരിയാണല്ലോ. എനിക്കും ആ സംശയം തോന്നുന്നുണ്ട്. ചെറിയച്ച, ഞാൻ എന്തായാലും കുടുംബക്ഷേത്രത്തിലെ തിരുമേനെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ.